ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഹിമശ്രീ വ്ളോഗ്സ്. ഇന്ന് മൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒരു സമയം 2 മണി കഴിഞ്ഞു. അപ്പോൾ ഋതുക്കുട്ടി വരാറായി സ്കൂളിൽ നിന്ന്. റിച്ചേർഡ് ടി വി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര വാശിയാട്ടോ, വയ്യാത്ത കാരണം. അപ്പോൾ ടി വി വെച്ച് കൊടുത്തേക്കാണ് തൽക്കാലം. അങ്ങനെ താഴെ പോകണം. അങ്ങനെ അപ്പോൾ നമുക്ക് ഈ 2 മണി കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഈവനിങ് വ്ളോഗാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ കുറച്ച് ഞങ്ങളുടെ കുട്ടി വിശേഷങ്ങളായിട്ട് നമുക്ക് ഈ വ്ളോഗ് കാണാം. ഓക്കെ, ക്ലിയറുണ്ടോ? ഇല്ല, ഓക്കെ ആണോ? റിച്ചുകുട്ടിക്ക് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്പൈഡർമാനാണ് ടി വിയിൽ ഓടുന്നത്, അതാണ് സൗണ്ട് കേൾക്കണത്. ചേച്ചിനെ കൊണ്ടുവരാൻ പോണ്ടേ? ചേച്ചിനെ കൊണ്ടുവന്നിട്ട് തിന്നാം. ഓക്കെ, ബാ. ജാക്കറ്റ് ഇട്ടോ? ഒരാള് സ്കൂളിൽ നിന്ന് വന്ന് ഇതാ കളി തുടങ്ങി. ഇവിടെ പുതിയ ബോർഡ് എടുത്തിട്ട് കളി തുടങ്ങി. നിറച്ചിടരുത് കേട്ടോ, എടുത്ത സാധനങ്ങൾ അവിടെ തന്നെ വെക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് മുളക് കഴുകിയിട്ട് വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം അത് വെള്ളമൊക്കെ പോയിട്ടുണ്ട്. അത് നമുക്ക് എടുത്തു വെക്കണം. പിന്നെ അതാ ഇപ്പോൾ രാവിലത്തെ കുറച്ച് ലെഫ്റ്റ് ഓവർ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്തു വയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ബോക്സ് ഉണ്ടല്ലോ, ബോക്സ് ബിരിയാണി അങ്ങനത്തെ ഫുഡൊക്കെ പാഴ്സൽ വാങ്ങുമ്പോൾ അത് നമ്മൾ കഴുകി എടുത്ത് വെക്കും കേട്ടോ, അത് കളയാണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഓരോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് സൗകര്യമാണ് ഇങ്ങനത്തെ ബോക്സ്. നമ്മുടെ മുളക് ഇതാ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. മുളക് ഞാൻ ഇത്ര വാങ്ങാറില്ല കേട്ടോ. ലുലുന്ന് ഓർഡർ ചെയ്തപ്പോൾ അത് 250 ആയിട്ടാണ് അതിനകത്ത് കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നെ 100 ഗ്രാമൊന്നും ആയിട്ട് കിട്ടത്തില്ല ഓൺലൈനിൽ കൂടെ. അപ്പോൾ അത് കാരണമാണ് ഇത്രയും അധികം വാങ്ങിച്ചത്. അല്ലെങ്കിൽ പിന്നെ കുറച്ച് 100 ഗ്രാം ഒക്കെ വെച്ചിട്ടാണ് വാങ്ങാറുള്ളത്. അപ്പോൾ അതിന് നമുക്ക് ഇങ്ങനത്തെ ബോക്സിൽ തന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ താഴെ എടുത്ത് വെച്ചിട്ട് ഞെട്ടിയൊക്കെ കളഞ്ഞിട്ട് എടുത്ത് വെക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ബോക്സിലും ഈ സ്ക്വയർ ബോക്സിലും പിന്നെ റൗണ്ട് ബോക്സിലും അതിനകത്ത് നിറച്ച് നമ്മുടെ പച്ചമുളക് നേരെയാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അടുത്ത പണി കുറച്ച് ചെറിയുള്ളി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ നന്നായി അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. പെട്ടെന്ന് തൊലി കളഞ്ഞെടുക്കാം നമുക്ക് വെള്ളത്തിലിട്ടിട്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞ് എടുത്ത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ ഹറിബറി ആയിട്ട് ഇത് തൊലി കളയാനായിട്ട് നിൽക്കണ്ടല്ലോ. അപ്പോൾ പെട്ടെന്ന് എടുത്ത് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് വെക്കുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞ് കഴുകി പാത്രത്തിൽ ഇങ്ങനെ കഴുകി വാലാൻ വെച്ച് ഇനി നമുക്കിതൊരു ബോക്സിലാക്കി എടുത്ത് വയ്ക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ പുറത്ത് വിരിച്ചിട്ട ബെഡ്ഷീറ്റൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുക്കാം നമുക്ക്. പുറത്ത് 2 ദിവസമായിട്ട് 2 ദിവസം വേണം ഇപ്പോൾ ഒന്ന് ഡ്രൈ ആയി കിട്ടാനായിട്ട്. ഇപ്പോൾ കുറച്ച് തണുപ്പായ കാരണം 2 ദിവസം വേണം. ഇപ്പോൾ ഞാനെന്ന് മുളിക്കാണ് ഇട്ടോടുന്നത് കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ചുകൂടെ താമസം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് ഞാനിപ്പോൾ വേറെ അലക്കിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വിരിച്ചിടാൻ പോവാണ്. അരി ഉഴുന്നും വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് അരയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഗ്രൈൻഡർ ഓൾറെഡി കഴുകി വെച്ചിട്ടുള്ളതാണ്. എങ്കിൽ കൂടിയും ഇത് എടുക്കുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് നമുക്ക് അത് അരയ്ക്കാനായിട്ട് വെക്കാം. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ബട്ടർഫ്ലൈയുടെ റൈനോ പ്ലസ് എന്ന് പറഞ്ഞ ഗ്രൈൻഡറാണ്. അപ്പോൾ അത് നല്ല കുറച്ച് നാളായി ഞാനൊരു 1 വർഷത്തോളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല
പ്രൊഡക്റ്റാണ് കേട്ടോ. നന്നായിട്ട് ഒരു 1-1.25 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അരിയും ഉഴുന്നും അരച്ച് കിട്ടും. അപ്പോൾ നമുക്കിവിടെ അരയ്ക്കാനിട്ടിട്ട് നമുക്ക് വേറെ പണിയൊക്കെ പോയി ചെയ്യാം. ഫസ്റ്റ് ഇത് ഓണാക്കുക, പിന്നെ ഓണാക്കി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പതുക്കെ പതുക്കെ ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ ഫസ്റ്റ് ഞാൻ ഉഴുന്നാണ് അരയ്ക്കാറ് കേട്ടോ. അപ്പോൾ ഉഴുന്ന് ഇട്ട് കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് വന്ന് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒന്ന് സൈഡിൽ ഇത് സ്പൂൺ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ, വെറുതെ. അപ്പോൾ ആ സൈഡിലേക്കൊന്ന് വിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഇന്ന് ഡിന്നറായിട്ട് ഇവിടെ മുട്ടക്കറിയും ഉപ്പുമാവുമാണ്. അപ്പം മുട്ട ഞാൻ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട്. ഋതുവിനും റിച്ചുവിനും വേണ്ടിയിട്ട് നമുക്ക് ബേബിക്കോൺ ഒന്ന് ജസ്റ്റ് ഫ്രൈ ആക്കി കൊടുക്കാം. ഋതുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബേബിക്കോൺ. റിച്ചുവിനും ഇപ്പോൾ കുറേശ്ശെ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവൻ ഇച്ചിരി കഴിച്ചോളും. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു പാക്കറ്റിൽ കിട്ടും. അപ്പോൾ അത് നമുക്കൊരു സ്നാക്ക് പോലെ കൊടുക്കാം. അപ്പോൾ ഇത് ജസ്റ്റ് 2 പീസാക്കിയിട്ട് ഇടാം. അത് കഴിഞ്ഞിട്ട് നമുക്കിത് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ, പ്രത്യേകിച്ച് വേറെ കൂടുതൽ മസാലകളൊന്നുമില്ല, ചെറിയ മസാലയിലാണ് ചെയ്യണത്. കുട്ടികൾക്കാണ് അത് കാരണം. ഇവിടെ 2 പേർക്കും എരിവ് ഭയങ്കര എന്താ പറയുക, ഒട്ടും കഴിക്കില്ല കേട്ടോ. ഋതു ചെറുപ്പത്തിലെ പിന്നെയും കഴിച്ചായിരുന്നു, ഇപ്പോൾ ഒട്ടും കഴിക്കില്ല എരിവ്. ഇച്ചിരി പാടുള്ളൂ. അപ്പോൾ നമുക്ക് ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടിയും ഉപ്പും ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ബേബിക്കോൺ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പിൻ്റെ കടായി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു ടീസ്പൂണോളം കോൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പം ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡീപ്പ് ഫ്രൈ ഒന്നും അല്ല കേട്ടോ ചെയ്ത് കൊടുക്കണം, ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ് ചെയ്യണത് കേട്ടോ. അപ്പോൾ അതിനകത്തേക്ക് ഈ കോൺ ഇട്ട് കൊടുക്കാം. വേറെ പ്രത്യേകിച്ച് ഇപ്പോൾ വേറെ മസാലകളൊന്നും ആയിട്ട് ചേർക്കുന്നില്ല. ഈ ജസ്റ്റ് മഞ്ഞൾപ്പൊടിയും ഉപ്പും മുളക് പൊടിയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അതിൻ്റെ ആ ഇച്ചിരി വെള്ളം ഉണ്ടായിരുന്നല്ലോ, അതും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു വെളുത്തുള്ളി ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെളുത്തുള്ളിയിൽ ഒരു ഫ്ലേവറും കൂടെ കിട്ടുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. അപ്പം നമുക്കൊക്കെ ചെയ്യാന്ന് വെച്ചാൽ അത് വലിയ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ വേണ്ടി ചെയ്യാന്ന് വെച്ചാൽ നല്ല ഒന്നും കൂടെ ഇതാക്കി ചെയ്യാം കേട്ടോ. ഇവർക്ക് പിന്നെ അധികം സ്പൈസ് ഒന്നും വേണ്ടല്ലോ, അത് കാരണമാണ് ഇങ്ങനെ ചെയ്തെടുക്കണത്. അപ്പോൾ നമുക്കത് ഇങ്ങനെ പതുക്കെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ. ജസ്റ്റ് ആ കോണിൻ്റെ കളറൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് എടുക്കാം. അധികം ഫ്രൈ ആക്കണില്ല, അവർക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ ഇതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്നാക്ക് പോലെ കഴിച്ചോളും. അപ്പോൾ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പം ഞാനിത് അവർക്ക് കൊണ്ടു കൊടുക്കട്ടെ. ചൂട് അവിടെ വെക്കി. ചൂടാറുമ്പോ അവന് കൊടുക്കണത്. അങ്ങനെ മാവ് ഉഴുന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. അത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി നമുക്ക് അരി അരയ്ക്കാനിടണം. അപ്പോൾ ഞാൻ ഇപ്പുറത്തെ മുട്ടക്കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ റെസിപ്പിയൊന്നും ഞാൻ കാണിക്കുന്നില്ല, ഇപ്പോൾ റെസിപ്പിയൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. 4 അടുപ്പുണ്ട് നമുക്ക്. അപ്പോൾ ഈ 4 അടുപ്പ് ഞാൻ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ, നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട്. ഇപ്പോൾ 4 ഡിഷസൊക്കെ ഉണ്ടാക്കാനുണ്ടെന്ന് വെച്ചാൽ ഒരുമിച്ച് തന്നെ ഞാൻ ചെയ്യും. ഇപ്പം ഇത് ഗ്രേവിക്കുള്ള ഇത് വഴറ്റിനോട് കൂടി അപ്പുറത്ത് ഉപ്പുമാവിനുള്ള വെള്ളവും തിളയ്ക്കുന്നുണ്ട്. ഉപ്പുമാവിന് സവോള ഇതൊക്കെ വഴറ്റിയിട്ടുള്ള ആ വെള്ളം തിളയ്ക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത് രണ്ടും ഒരുമിച്ച് നടക്കുമല്ലോ. അപ്പോൾ ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ പെട്ടെന്ന് തീരും. അപ്പുറത്ത് ഞാൻ ഇത് ഇളക്കണേൻ്റെ ഇടയിൽ അരിയും ചെയ്യും. അപ്പോൾ നമ്മുടെ സമയം ലാഭിക്കാനായിട്ടുള്ള ഒരു എളുപ്പവഴിയാണ് ഇത് ഇങ്ങനെ ചെയ്യണത്. ഓരോന്നോരോന്നും ഉണ്ടാക്കാനായിട്ട് നിന്നാൽ അത് സമയം ഒത്തിരി ആവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്ക് തേങ്ങയും തിരുമണം, ഈ മുട്ടക്കറിക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും നടക്കും അതിൻ്റെ ഇടയിൽ കൂടെ. അങ്ങനെ എല്ലാം കൂടെ ഒരുമിച്ചാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ രാത്രിത്തേക്കുള്ള
കറിയും ഉപ്മാവും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു കുട്ടി വീഡിയോ ആയിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.